ഹലോ ഫ്രണ്ട്സ്, ഇൻഫോബേറ്റ്സിലേക്ക് സ്വാഗതം. തത്തകൾ ഇണങ്ങുന്നതിന് അവരുടെ വിങ്സ് കട്ട് ചെയ്യേണ്ടതുണ്ടോ, എങ്ങനെയാണ് ശരിയായ രീതിയിൽ വിങ്സ് ക്ലിപ്പ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. തത്തകളുടെ വിങ്സ് കട്ട് ചെയ്യുന്ന കാര്യത്തിൽ പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാകുക. നമ്മൾ ഇഷ്ടത്തോടെ വളർത്തുന്ന ഏതുതരം തത്തകളായിക്കോട്ടെ, പ്രത്യേകിച്ച് എക്സോട്ടിക് പാരറ്റ്സുകൾ, അവരുടെ വിങ്സ് പ്രോപ്പറായ രീതിയിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും തത്തകളുടെ വിങ്സ് പൂർണ്ണമായ രീതിയിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ട് കട്ട് ചെയ്യാറില്ല. എന്ന് മാത്രമല്ല, വ്യക്തിപരമായി അങ്ങനെ ചെയ്യുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം അത് അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. അതോടൊപ്പം അവരുടെ ഭംഗിയൊക്കെ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ തത്തകളെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ അവരുടെ വിങ്സ് പ്രോപ്പറായ രീതിയിൽ കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ വിങ്സ് കട്ട് ചെയ്തിട്ട് അറിയാനും കഴിയില്ല. അതോടൊപ്പം അവരുടെ ഭംഗിയും ആ നേച്ചർ ലുക്ക് നിങ്ങൾക്ക് അതേപോലെ തന്നെ നിലനിർത്താനും കഴിയും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തത്തയുടെ പറക്കാൻ കഴിയാതെ ആക്കലല്ല, പകരം അവരെ പറക്കലിനൊന്ന് കൺട്രോൾ ചെയ്യൽ മാത്രമാണ്. ഇങ്ങനെ ചെയ്ത ശേഷം അവർക്ക് അത്യാവശ്യം റൂമിലൊക്കെ പറന്ന് നടക്കാൻ കഴിയും. ചെറിയ രീതിയിൽ പറന്നു വരുന്നതിനോ പറന്നിറങ്ങുന്നതിനോ തടസ്സങ്ങൾ ഉണ്ടായില്ല. അതേപോലെ ഫാനിൽ തട്ടിണ്ടാക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാം. പുറത്തേക്ക് പറന്നുപോയി കാക്ക, പരുന്ത്, മറ്റു ജീവികളെ കയ്യിൽപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പൊ എങ്ങനെയാണ് ശരിയായ രീതിയിൽ വിങ്സ് കട്ടിയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ പാരറ്റിനെ ഒരു സോഫ്റ്റായ ടവല് കൊണ്ട് അതിന് കംഫർട്ടാകുന്ന രീതിയിൽ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഫ്രീ ആക്കി പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വിങ്സ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ നെർവ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. ഇവിടെ ഒന്നും ഒരു കാരണവശാലും നിങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെയൊക്കെ കട്ടായാലുണ്ടാകുന്ന ഇഞ്ചുറിക്ക് നല്ല പെയിനായിരിക്കും, ബ്ലീഡിങ്ങും മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് തത്തയുടെ അടിച്ചിറകാണ്. ഇത് കട്ട് ചെയ്താൽ തത്തകൾക്ക് തീരെ പറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ ക്ലിപ്പിംഗ് ചെയ്യുന്നത് ആദ്യത്തെ പ്രൈമറി ഫെദേഴ്സ് കഴിഞ്ഞ ശേഷമുള്ള ഫെദേഴ്സിൻ്റെ പകുതിയിൽ നിന്നാണ്. ഞാനൊന്നുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഈ ആദ്യത്തെ ഈ ലെങ്ത്തുള്ള 5 ഫെദേഴ്സ് കഴിഞ്ഞ ശേഷമുള്ള 4 ഫെദേഴ്സാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. എനിക്കിതിൻ്റെ പറക്കലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യുന്ന തൂവലുടെ എണ്ണം കൂട്ടാം. അതിനനുസരിച്ച് അവരുടെ പറക്കൽ കുറയും. നിങ്ങൾക്ക് 6-7 വരെ ഫെദേഴ്സ് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റേ സൈഡിലെ വിങ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 5 ഫെദേഴ്സ് കഴിഞ്ഞ ശേഷമുള്ള 4 ഫെദേഴ്സാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിങ്സ് കട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലെ വിങ്സും ഒരേപോലെ തന്നെ കട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ വിങ്സ് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്ലെയിൻ കളർ ടവലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പരമാവധി അങ്ങനത്തെ ടവലുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കളർഫുൾ ടവലുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് അവർക്ക് പേടിയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ വിങ്സ് കട്ട് ചെയ്യുമ്പോൾ പരമാവധി ഒരു ക്ലോസ്ഡ് ആയ സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതാവുമ്പോൾ വിങ്സ് കട്ട് ചെയ്ത ശേഷം അവരെ പറക്കുമ്പോൾ എത്രത്തോളം പറക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫെദേഴ്സിന്റെ എണ്ണം കൂടുതൽ കട്ട് ചെയ്യാവുന്നതാണ്. ഒരു വശത്തൊക്കെ മുകളിലെ തത്തകളാണ്, അവർ ഇണങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ നേരെ കൂട്ടിലിടുന്നതൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വിങ്സ് കട്ട് ചെയ്ത് അവരെ ഇണക്കി എടുക്കാവുന്നതാണ്. ഒരു വയസ്സിന്റെ ഉള്ളിൽ താഴെ തത്തകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിങ്സ് കട്ട് ചെയ്യേണ്ടതില്ല. അവരെ ഇണങ്ങാനുള്ള സമയം അനുവദിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിങ്സ് കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.